നമ്മുടെ കൊച്ചു കുസൃതികൾ പൊറുക്കാൻ സമൂഹം തയ്യാറാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുട്ടികളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നെന്ന് നാം പഠിച്ചിട്ടുണ്ട്. പെരുന്നാൾ ദിനത്തിൽ വയ്യോരത്തിൽ നിന്നും വിടുമ്പുകയായിരുന്ന അനാഥ ബാലനെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷിപ്പിച്ചതും കുറ്റനെടുപ്പുകൾ ധരിപ്പിച്ചതും പ്രവാചക ജീവിതത്തിലെ സ്നേഹധന്യമായ ഒരു അധ്യായമാണ്. കുട്ടികളാണെന്നതുകൊണ്ട് നമുക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വം തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ചുറ്റും തിന്മകൾ പ്രളയം തീർക്കുകയാണ്. ഇഹലോക ജീവിതം അനശ്വരമാണെന്ന അബദ്ധധാരണയിൽ ചിലർ ആടിപ്പിടിക്കുകയാണെങ്കിൽ അധികാരവും ആധിപത്യവും ഉറപ്പിക്കുന്നതിനുള്ള മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളയും കൊള്ളിവയ്പും കൊലയും കലാപവും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുതുമയില്ലാത്ത വാർത്തയായിട്ടുണ്ട്. കൊട്ടേഷൻ സംഘങ്ങൾ പകൽ വെളിച്ചത്തിൽ പോലും മനുഷ്യരുടെ തലയെടുക്കുകയാണ്. സ്നേഹശൂന്യമായൊരു സാമൂഹ്യ വ്യവസ്ഥ ഇവിടെ രൂപപ്പെട്ടു വരുന്നത് കാണാതിരിക്കുക. മറുഭാഗത്ത് മയക്കുമരുന്നും ലഹരി ഉൽപ്പന്നങ്ങളും നിർലാഭം വിജയിക്കപ്പെടുന്നു. നമ്മുടെ സമപ്രായക്കാരായ വിദ്യാർത്ഥികളെ പോലും മയക്കുമരുന്ന് മാഫിയ കരിയന്മാരും ഇടനിലക്കാരുമാക്കുന്നുവെന്ന വാർത്തകൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാരെ വൈദഗ്ധ്യക്കാരും അവരെ നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടു വരുന്നതിന്റെ പേടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പത്രമാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. തിന്മയുടെ ഉപാസകർക്കെതിരെ നാം ജാഗ്രതയുണ്ടാവണം. പോരാ, സമൂഹത്തെ കൂടി ഈ ജാഗ്രതയിലെത്തിക്കണം. നമ്മെ ലക്ഷ്യമിട്ടെത്തുന്ന മാഫിയകളെ ചെറുക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം ഓർമ്മിച്ചു നിൽക്കുക എന്നതാണ്. ഐക്യമതം മഹാബലം എന്ന് കേട്ടിട്ടില്ലേ? സംഘടിതരെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നിഷ്പ്രയാസം അതിജയിക്കാം. ഏത് വന്മലയും നമുക്ക് കീഴടക്കാം. നിങ്ങൾ ഒറ്റപ്പെടരുതെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതിന്റെ താല്പര്യം ഇതാണ്. ഒറ്റപ്പെടുന്നവരെ ചെന്നായ പിടിക്കുമെന്നാണ് തിരുവചനം. ആ ചെന്നായ തിന്മയുടെ പ്രതീകമാണ്.